എത്രയോ നല്ല സംവിധാനം ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനാരും മൈൻഡ് ചെയ്യില്ല. അതിന് അറിയണമെങ്കിൽ നമ്മൾ ഇത്ര നല്ല ബെസ്റ്റ് ടെക്നീഷ്യനാണ് മലയാള സിനിമയിലെ ജോഷി എന്നാലോചിക്കണം, മികച്ച നടനാണ് മമ്മൂട്ടി എന്നാലോചിക്കണം, മികച്ച നിർമ്മാതാക്കളിൽ ഒരാളാണ് ജൂബിലിയുടെ ജോയ് തോമസ് എന്നാലോചിക്കണം. ഇവർ കുറേ സിനിമകളെടുത്ത് നല്ല സിനിമകളെടുത്ത് അത് എഴുതിയും ഡെന്നിസ് ജോസാണ് എഴുത്ത്. ആ സിനിമകൾ പലതും ക്വാളിറ്റി ബേസിൽ ദ ബെസ്റ്റ് ആയിരുന്നപ്പോഴും ഈ കളക്ഷൻ്റെ ബേസിൽ അത്രയും ഗുണമുണ്ടായില്ല. ഈ പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് മാർക്കറ്റ് ഇല്ലാതായി എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു കാലഘട്ടം ഉണ്ടായെന്നാലോചിക്കണം. അതിനവർക്ക് പിന്നെ ഒരു തുരുപ്പിച്ചിട്ടായി മാറി ന്യൂഡൽഹി എന്നൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അതിൻ്റെ നിർമ്മാതാവ് ജൂബിലി ജോയാണ്, അതിൻ്റെ സംവിധായകൻ ജോഷിയാണ്, അതിൻ്റെ എഴുത്തുകാരൻ ഡെന്നിസ് ജോസഫാണ്, അതിൻ്റെ പ്രധാന നടൻ മമ്മൂട്ടിയാണ്. നഷ്ടപ്പെട്ടു പോയി ആ 4 പേർക്കും തിരിച്ചു വരാൻ കഴിഞ്ഞൊരു തുരുപ്പിച്ചിട്ടായിരുന്നു ന്യൂഡൽഹി എന്ന് ആലോചിക്കണം. അപ്പോൾ വീണ്ടും അവർ പച്ച പിടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ പൃഥ്വിരാജ് ഇപ്പോൾ ഫുൾ സിംഗിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സിനിമയ്ക്ക് ഒരു കാലിടറിയാൽ ആ ഇടർച്ചയായിരിക്കും ഒരുപക്ഷെ അതൊരു വീഴ്ചയിലേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് രാവും പകലും ഊണിലും ഉറക്കത്തിലും ഈ സിനിമയെക്കുറിച്ച്, നാളത്തെ സീനുകളെക്കുറിച്ച്, നാളെ എത്ര മണി പോകണം, റീടേക്ക് എത്ര